യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ ഒരുക്കത്തിൻ്റെ 4-ാമത്തെ ദിനത്തിൽ പാലം പണിയാനായിട്ട് കഴിയണം, മതിലുകൾ രൂപപ്പെടുത്താനല്ല നാം ശ്രമിക്കേണ്ടത്. ഉണ്ണിയേശുവിൻ്റെ ജന്മം ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ രൂപപ്പെടുത്തപ്പെട്ട പാപത്തിൻ്റെ വൻമതിലുകൾ തകർത്ത് അവിടെ ദൈവ മനുഷ്യബന്ധത്തിനിടയിൽ പാലം രൂപപ്പെടുത്തുകയായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും വലിയ വീട് പണിത അംബാനി സഹോദരങ്ങൾ ആ വീടിന് പേര് കൊടുത്തത് ആന്റിലിയ എന്നാണ്. 8-ാം നൂറ്റാണ്ടിൽ മതമർദ്ദനത്തിൻ്റെ സമയത്ത് ഒരു മാർഗവുമില്ലാതെ നാടുവിട്ടുപോയ പോർച്ചുഗലിലെ പോർട്ടോ നഗരത്തിലെ ആർച്ച് ബിഷപ്പും അവിടെയുള്ള വിശ്വാസികൾ ഒരു ദ്വീപിലെത്തി. ആ ദ്വീപിൻ്റെ പേരാണ് ആന്റിലിയ. പിന്നീട് ഒരിക്കലും മടങ്ങാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാതെ വന്ന ആ ചെറുവഞ്ചി പോലും കത്തിച്ചു കളഞ്ഞ് അവർ ലോകത്തോടുള്ള ബന്ധം വിച്ഛേദിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ വാക്കുപോലും ഉപയോഗപ്പെടുത്തുക. അറിഞ്ഞോ അറിയാതെയോ വലിയ വീടുള്ളവരും സൗകര്യങ്ങളുള്ളവരുമൊക്കെ ചുറ്റുപാടുകളോട് കാണിക്കുന്ന ഇത്തരം അകലങ്ങൾ, അതിനെ ഒന്ന് അതിജീവിക്കാനുള്ള കാലമാണ് ഈ അനുഗ്രഹീതമായ ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ നോമ്പുകാലം. അയൽബന്ധങ്ങളിൽ, അടുത്തുള്ള ഇടങ്ങളിൽ കഴിയുന്നവർ, ഒപ്പം കഴിയുന്നവരെ പോലും പരിഗണിക്കാനായിട്ട് നോ എൻട്രി ബോർഡ് മാറ്റിയിട്ട് കമിൻ എന്നൊക്കെ പറയുന്ന ഒരു മനോഹര ചിത്രം. ഏദൻ തോട്ടം അങ്ങനെ ഒന്നായിരുന്നില്ലേ? ദൈവ മനുഷ്യ പ്രകൃതി ബന്ധങ്ങളെ സുന്ദരമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഏദൻ തോട്ടം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ണീശോയുടെ പിറവിക്കായിട്ട് ഒരുങ്ങുമ്പോൾ ഹൃദയം കൊണ്ടിത് ആഗ്രഹിക്കാം. എൻ്റെ സാന്നിധ്യവും എൻ്റെ സാമീപ്യവുമൊക്കെ ഈ അടച്ചുവെക്കപ്പെട്ട ഒന്നായി മാറാതെ തുറവിയുള്ള സ്വാഗതമോതുന്ന ഒരു ചൈതന്യത്തിൻ്റെ ഇടമായി രൂപാന്തരപ്പെടുത്താം. യേശു അനുഗ്രഹിക്കട്ടെ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.